ചൈനയുടെ അജണ്ടയായിരുന്നു ഇന്ത്യയുടെ എക്കോണമി. കാരണം വളർച്ച അതെങ്ങനെങ്കിലും പല രീതിയിലും തകർക്കുക എന്നുള്ളത്. നിങ്ങൾക്കറിയാം, ഈ സെമി കണ്ടക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടു. അതേപോലെ തന്നെ പല ഈ മൊബൈൽ ഐഫോണിൻ്റെ ആൻഡ്രോയിഡിൻ്റെ ഒക്കെ ബന്ധപ്പെട്ടു പല ചൈനീസ് കമ്പനികൾ അവിടെ ജോലിക്കാർ ഇന്ത്യയിൽ വന്നാണ് ഇന്ത്യക്കാരെ ട്രെയിൻ ചെയ്തത്. പെട്ടെന്ന് അവർക്ക് ഈ ഗെയിം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ കോവിഡിന് ശേഷം ഉണ്ടായ സംഭവം, അതിന് ശേഷമാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ മൊബൈൽ കയറ്റുമതി ചെയ്ത രാജ്യമായിട്ട് മാറിയത്. ചൈനയിലും പലതും ഉണ്ടാക്കും, ഇന്ത്യയിലും അത് അസംബിൾ ചെയ്യുന്നു. ഈ സംഭവങ്ങളൊക്കെയാണ് ഇന്ത്യയിലുള്ളത്. പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ചൈന ചെയ്യുന്നു, ബാക്കിയുള്ളതൊക്കെ ഇന്ത്യ ചെയ്യുന്നു. പക്ഷെ ചൈനയുടെയാണ് ജോലി പോയത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ചൈനീസ് ഇന്ത്യക്കാരെ ട്രെയിൻ ചെയ്യാൻ ചെന്നൈയിലും ഡൽഹിയിലും നോയിഡയിലൊക്കെ വന്നിരുന്ന ഫാക്ടറികൾ അവരെ പെട്ടെന്ന് അവരങ്ങ് തിരിച്ചു വിളിച്ചു. ഏകദേശം 1800 പേരെയോളമാണ് ഈ താരിഫുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് അവർ തിരിച്ചു വിളിക്കുന്നത്. അതേപോലെ തന്നെ മറ്റുള്ള ഇലക്ട്രോണിക്സ് സംഭവങ്ങൾ, കാറിൻ്റെ സ്പെയർ പാർട്സ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഫാർമ സെക്ടറിലും നമ്മുടെ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ചൈന. അമേരിക്കൻ ജനറിക് മെഡിസിനിൽ 40% ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത്.